കുറേ ദിവസമായി എൻ്റെ ജേണലിൻ്റെയും പിന്നെ ബർത്ത്ഡേക്ക് ജേണൽ സെറ്റ് ഗിഫ്റ്റ് വന്നായിരുന്നു. ജേണലിൻ്റെ എൻ്റെ റൂമിൽ കാണിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്ന് വൈകിട്ട് കാണിക്കുന്നതായിരിക്കും. ഈ പകലിൻ്റെ വൈകിട്ട് എനിക്കിപ്പോൾ ചോറൊക്കെ വെച്ച് ഇന്ന് കിടക്കുന്ന എനിക്കിട്ട് വയ്യ ധരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും ഇതാണ്. ഞാനാണിപ്പോൾ സ്ക്രീനിലാണ് ഇട്ടിരുന്നത്. ഇതേപോലെ നോക്കാൻ ഞാൻ കുറേ ദിവസം അതിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് നോക്കുന്നത് ഞാൻ ജേണൽസ് തന്നെയാണ് ക്രാഫ്റ്റ് റൂമിൽ ഞാൻ മേക്കപ്പ് റൂം ആക്കിയിട്ടുണ്ട്. മേക്കപ്പ് റൂം എന്ന് വെച്ചാൽ നോക്കിയിട്ടുണ്ട്. അടിയിൽ ഞാൻ ക്രാഫ്റ്റ് റൂം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇന്നലെ ആക്കിയത് കൊണ്ട് കുറച്ചുകൂടെ ആക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി അതങ്ങനെ മൊത്തം ഞാൻ ഓപ്ഷൻ ചെയ്യാൻ ഇപ്പം ഞാൻ കാണിക്കുന്നതാണ്. എനിക്കിപ്പം സമയമൊന്നും കേട്ടതില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കളിക്കും, മഴയത്ത് ഇറങ്ങി നോക്കി, അത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. എൻ്റെ കമ്പനിയിൽ വരണ ഹെപ്പല്ലേ അതിനകത്തുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ഇടുന്നതായിരുന്നു. ഇത് സെറ്റിംഗ് ഫ്രൈ പോലെ ഒരു സാധനമാണ്. ഞാൻ പിന്നെ ഇതാ ഇന്ന് യൂസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മിക്ക ആൾക്കാർക്കും അറിയാം. ഞാൻ ഇടയ്ക്ക് ഒന്നും കാണിക്കത്തില്ല. അതാണ് വൺ പ്രശ്നം. അങ്ങനെയൊക്കെ ചുമ്മാ നിനക്ക് നോക്കും അത്ര കേട്ടോ. ഞാനത് നോക്കാൻ വരെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്യാറുള്ളൂ. ഈ സാധനം വെച്ച് മസാജ് സുഖമാണ്, നല്ല സുഖമുണ്ട്. എൻ്റെ ക്രാഫ്റ്റിൻ്റെ കാര്യം എല്ലാം ചോദിക്കുന്നെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ കാണാൻ പോകുന്നത് ഞാൻ പിന്നെ എന്തുവാ അങ്ങനെ എനിക്ക് ഒരു ഇഷ്ടം ക്രാഫ്റ്റും ജേണൽ സെറ്റാണ്. എനിക്ക് നല്ലോണം അതറിയാം. എൻ്റെ ഇക്കൊക്കെ എന്നെ പഠിപ്പിച്ചു തരും. ഇതൊക്കെ ഞാൻ മൊബൈലൊക്കെ നോക്കി ഇടയ്ക്കൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. ഇതൊക്കെയാണ് ഇടയ്ക്ക് നോക്കി പഠിപ്പിച്ചു തരുന്നത്. വേറെ ആരും ഒന്നും പഠിപ്പിച്ചു തരാൻ ഒന്നുമില്ല. ഞാൻ അത്രയും പറയുന്നുള്ളൂ. എനിക്കിങ്ങനെ ഇതൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നതേ ഉള്ളൂ. റൈസിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഒട്ടുള്ള മാല ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിപ്പോയി. പിന്നെ ഇതാണ് ഇടുന്നത്. ഇപ്പം ഇന്നൊക്കെ ഇതാണ് ഇടുന്നത്. സ്വർണ്ണത്തിൽ പോലൊരു മാലയാണ് പൊട്ടിപ്പോയത്. എനിക്ക് കുറേ എൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇത് ഇങ്ങനത്തെയൊക്കെയാണ് ഇരുന്നത്. ഇങ്ങനത്തെ ഇടത്തതേ ഇല്ല കേട്ടോ. ഇപ്പം എനിക്ക് മാലയില്ല, നാണം പൊട്ടിപ്പോയി. ഞാൻ നാളെ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാനിതാണ് ഇടുന്നത്. ഇപ്പം ഞാൻ എനിക്കൊക്കെ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് വാങ്ങിച്ചു. ഭയങ്കര ക്വാളിറ്റി ആണ്. 2 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെയാണിപ്പോൾ ഇടുന്നത് കേട്ടോ. ഇത് ഇട്ടിട്ട് കാണും. കിറ്റിയാണ് ലീസ്. ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അങ്ങനെ മാലത്തെ വെച്ചാൽ ഇഷ്ടം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്രൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബേഴ്സ് പറ്റി ജസ്റ്റ് ഒന്ന് കണ്ണാടിയാണ് കേട്ടോ. ഫേസൊക്കെയാണ് ഇവിടെ പക്കലൂടെ സ്റ്റുഡിനൊക്കെ ആക്കി വലിയ ബിൽഡിംഗ് ക്യാമറയാണ്. സ്കൂളിൽ ഉപയോഗിക്കാം. ദുബായ് എന്ന് വെച്ചാൽ ഇത്രയുള്ള വീഡിയോ. ബൈ. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബൈ.